ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. അക്ഷയ് സാറാണ്. സോ മക്കൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ 8th CBSE ബയോളജിയിലെ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലെ, കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്ററിന്റെ ഒരു വൺ ഷോട്ട് സീരീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, എല്ലാ മക്കളും കൃത്യമായിട്ട് ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, സായിനദ്, സൗമ്യ, തപസ് രഞ്ജൻ, ഒരുപാട് പേര് വരുന്നുണ്ട്. യെസ് മക്കളെ, ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ ഒരു ലൈവ് സെഷനിലൂടെ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്റർ നമ്മൾ മുഴുവനായിട്ടും അതിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകും. ഒരു വൺ ഷോട്ട് സീരീസ് ആണ് ഇപ്പോൾ ഈ ഒരു ലൈവിൽ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നിങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, ആത്മാർത്ഥ സുഹൃത്തുക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരിക അല്ലെ. നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ മക്കളെയും എന്ത് ചെയ്യുക, കൂട്ടിക്കൊണ്ടുവരിക. സൈലത്തിന്റെ ചാനലിൽ നല്ല അടിപൊളി ലൈവ് സെഷൻ നടക്കുന്നുണ്ട്. ഒരു മജേ സാറ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ മജേ സാറാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ മക്കളെയും കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്റർ ഷെയർ ചെയ്തു. തപസ് രഞ്ജൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇതൊന്നും അല്ല നമ്മുടെ പവർ, നമുക്കറിയാം. നമ്മുടെ 8th CBSE മക്കളുടെ പവർ ഇതൊന്നുമല്ല. അപ്പൊ എല്ലാ കുട്ടികളെയും എല്ലാ സുഹൃത്തുക്കളെയും എല്ലാം എത്തിക്കുക കേട്ടോ, എല്ലാവരും എത്തിക്കുക ഇങ്ങോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചുകൊണ്ട് പോകാം. യെസ് നമുക്ക് തുടങ്ങിക്കൂടെ? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് സാറിന്റെ ശബ്ദം കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, സാറിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സാറിന്റെ പിറകുവശത്തായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വൺ ഷോട്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫയർ ഇമോജി ഇട്ട് കാണിക്കുക. സാറിന് വ്യക്തമാക്കി തരാം കേട്ടോ. ഒരു ഫയർ ഇമോജി ഇട്ടുകൊണ്ട് എല്ലാം ഓക്കെ ആണെന്ന് വ്യക്തമാക്കുക. ഓക്കെ, റെഡി. ഷെയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ഫയർ ഇമോജി കൂടി കിട്ടിയാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫയർ ഇമോജി നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇട്ടുകൊള്ളൂ. അത് കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യും, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമേ. ഫയർ ഇമോജി തപസ് രഞ്ജൻ ഫയർ ഇമോജി എസ് സാർ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും റെഡി സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വൺ ഷോട്ട് സീരീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും ക്ലിയർ ആവുന്നതായിരിക്കും. കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ക്ലാസ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി. യെസ്, അപ്പോൾ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിലെ മെയിൻ കോണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ സിനോപ്സിസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായും നമുക്കറിയാം, നമ്മൾ ഡിഫോറസ്റ്റേഷൻ പഠിക്കുന്നുണ്ട്, അതിന്റെ കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. നാച്ചുറലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് കോഴ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫോറസ്റ്റേഷന്റെ കോഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നീട് കോൺസിക്വൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ പഠിക്കുന്നുണ്ട്. ദെൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇത് തന്നെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരും അല്ലേ. അത് നമ്മൾ മെയിനായിട്ട് നമ്മളിത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. ദെൻ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് പഠിക്കുന്നുണ്ട്. ആൻഡ് ഡിഫറെന്റ് ഫ്ലോറ ആൻഡ് ഫോണ, ദെയർ കൺസർവേഷൻ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ എൻഡമിക് സ്പീഷീസ് എന്താണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ റെഡ് ഡാറ്റ ബുക്ക്, മൈഗ്രേഷൻ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. അപ്പോൾ ഈ ഏരിയാസിലൂടെ ഒക്കെ എന്ത് ചെയ്യും, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, റെഡി മച്ചേ സെഷൻ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഡിഫോറസ്റ്റേഷൻ, നമുക്ക് ആരംഭിക്കാം ഡിഫോറസ്റ്റേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം, ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ആണ്, മരങ്ങളെ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്പൊ അത് തന്നെ പല തരത്തിൽ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട്, ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കാം. ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് കോസ് ആണ് ഹെഡിങ്.
കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം എൻ്റെ പൊന്നുമക്കൾ, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ പറയുന്ന പോയിന്റ് എന്താ? എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ എക്സിസ്റ്റ് ഓൺ എർത്ത്. ശരിയല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ചെടികളും വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള ആനിമൽസ് ഒക്കെ നമ്മുടെ ഭൂമിയിലുണ്ട്. സിംഹമുണ്ട്, കരടിയുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? മാവുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട്, അപ്പൊ ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. ദേ ആർ എസെൻഷ്യൽ ഫോർ വെൽബീയിങ് ആൻഡ് സർവൈവൽ ഓഫ് മാൻകൈൻഡ്. മനുഷ്യന്റെ നിലനിൽപ്പിന് നമുക്ക് ചുറ്റിലും ഉള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ആവശ്യമില്ലടാ. എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് ആവശ്യമില്ലേ? ഉണ്ടല്ലേ? നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മൾ എല്ലാത്തിലും കണക്റ്റഡ് ആണ്, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഫുഡ് ചെയിൻ, ഫുഡ് വെബ് എന്നെല്ലാം പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ലൈക്ക് കണക്റ്റഡ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. യെസ്. ടുഡേ എ മേജർ ത്രെറ്റ് ടു സർവൈവൽ ഓഫ് ദീസ് ഓർഗാനിസം ഈസ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി, ഒരു ത്രെറ്റ് ആണ് ഡീഫോറസ്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡീഫോറസ്റ്റേഷൻ? Deforestation means clearing of forest and using the land for other purpose. Yes, തപസ്സൽജി പറയുന്ന ലാർജ് സ്കെയിൽ കട്ടിംഗ് ഓഫ് ട്രീസ്, അതന്നെ അല്ലേ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു. അത് തന്നെയാണ് എന്ത്? ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള പർപ്പസ് എന്തിനാണ് ഡിഫോറസ്റ്റേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നത്? അതിൻ്റെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്താ? പ്രൊക്വയറിങ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ സ്ഥലം വേണം, വേണം അല്ലേ? കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്ഥലം വേണം. പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, പോപ്പുലേഷൻ കൂടി ഇന്ത്യ ഒന്നാമതെത്തി അല്ലേ? കൂടി വരിക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താ ജനസംഖ്യ കൂടി, അപ്പൊ ആവശ്യങ്ങൾ കൂടൂലേ? ഭക്ഷണം വേണ്ടേ? തിന്നാൻ എന്തെങ്കിലും വേണം അല്ലേ? ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അവർക്ക് എന്ത് വേണം? കഴിക്കാൻ ഭക്ഷണം വേണം. സോ നമ്മൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. കൃഷി എങ്ങനെ ചെയ്യാ? തമ്പാച്ചിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? നമ്മൾ കൃഷി ചെയ്യണം അല്ലെ? മണ്ണിൽ ചെയ്യണം, മണ്ണിൽ കൃഷി ചെയ്യണം, ഭൂമിയിൽ കൃഷി ചെയ്യണം. അപ്പൊ ഭൂമി ഉണ്ടാക്കണം, ഫാം ലാൻഡ്, അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് പ്രൊക്വയറിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫാക്ടറി, വീടും അതുപോലെ തന്നെ ഫാക്ടറികളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മരങ്ങളെ വെട്ടി നശിപ്പിച്ചു. ഒക്കെ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണേ. അപ്പൊ ഈ ആവശ്യം അത്യാഗ്രഹമാവുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുക. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? മേക്കിംഗ് ഫർണിച്ചർ ഓർ യൂസിങ് വുഡ് ആസ് എ ഫ്യൂവൽ. ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി വുഡൻ ഫർണിച്ചർ അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? മരത്തടി ഉപയോഗിക്കും, മരങ്ങളെ വെട്ടി നശിപ്പിക്കും. അതുപോലെ തന്നെയാണ് അടുത്ത കാര്യം എന്താ? ഫ്യൂവൽ, ഫയർവുഡ്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവലിന് വേണ്ടിയിട്ട് നമ്മൾ മരം മുറിച്ച് അത് വിറകാക്കി മാറ്റും. അപ്പൊ അതൊക്കെയാണ് ചില കാരണങ്ങൾ, കുറച്ച് കാരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, റെഡി? നമ്മളെ പോയിന്റ് പറയാം. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, the demand for food also is increasing. Population keeps on increasing. More number of individuals are produced day by day. അപ്പോൾ കുറേ ആളുകൾ വരുമ്പോൾ ഡിമാൻഡ് ഫോർ ഫുഡ് ഓൾസോ ഇൻക്രീസ്, ബേസിക് ഡിമാൻഡ് ഓൾസോ ഇൻക്രീസ് അല്ലേ? ശരിയല്ലേ? അഗ്രികൾച്ചർ വിച്ച് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രോയിങ് ഫുഡ് നീഡ് ടു ബി ഡൺ ഓൺ ലാർജ് സ്കെയിൽ ടു മീറ്റ് ദ ഇൻക്രീസിങ് ഫുഡ് ഡിമാൻഡ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണേ. ഓക്കെ. And thus vast area of forest are being cleared by cutting down trees and the land is used for agriculture. Agriculture വേണ്ടി ഉപയോഗിക്കുക. റെഡി? നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിമാൻഡ് ഫോർ ബേസിക് നെസസിറ്റി, ബേസിക് നീഡ് ലൈക്ക് ക്ലോത്ത്സ് ആൻഡ് മെഡിസിൻസ്. മെഡിസിന് വേണ്ടി, ക്ലോത്തിന് വേണ്ടി. നമുക്കറിയാം ഇത് വെറുതെ ഉണ്ടാകുന്ന സാധനമല്ല. ഒരു ക്ലോത്ത് മാനുഫാക്ചർ ചെയ്ത് വരണമെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വേണം. സോ ഇൻഡസ്ട്രീസ് എയറിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല, ലാൻഡ് വേണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഫോറസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടി വരും. സിമ്പിൾ ലോജിക്. ഡിമാൻഡ് ഫോർ ബേസിക് നെസസിറ്റീസ് ലൈക്ക് ക്ലോത്ത് ആൻഡ് മെഡിസിൻ
trees are being cut down for more space to establish above industry. Medical sectors build ചെയ്യാൻ, മറ്റു ഇൻഡസ്ട്രികൾ ബിൽഡ് ചെയ്യാൻ, ഫാക്ടറികൾ ബിൽഡ് ചെയ്യാൻ ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തു. റെഡി ആണെങ്കിൽ ഫയർ ഇട്ട് കളിക്കണേ. കളിക്കാനല്ല, ഫയർ ഇട്ട് തന്നെ അറിയിക്കണം. കാരണം കമന്റ് ബോക്സ് ആക്റ്റീവ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ വൈബ്രന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഫാക്ടർ. So I want everybody of you to concentrate on the lecture and to discuss in the chat box. പറയുന്നത് കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ തപസ്രഞ്ജൻ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ എല്ലാവരും ഇൻവോൾവ് ചെയ്യാം. യെസ്, അടുത്തെന്താ പറയുന്നത്, വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ് more land is needed to establish housing and settlement. This is called urbanization. Urbanization എന്ന് പറയുന്നത് അല്ലേ, നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ആളുകളൊക്കെ വരികയാണ്, അവരവിടെ സെറ്റിൽ ചെയ്യാണ്, കൂടുതൽ ഹൗസസ് ഉണ്ടാക്കുന്നു, ഫാക്ടറികളൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായി വരികയാണ്. അപ്പോൾ അർബൻ ഏരിയ ആയിട്ടത് മാറുകയാണ്. അപ്പോൾ അതാണ് അർബനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ നമുക്ക് പഠിക്കാനുള്ളത് നാച്ചുറൽ കോസും അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങൾ പറയാറുണ്ട്. അപ്പൊ നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഫയർ ആൻഡ് ഡ്രോട്ടാണ് കേട്ടോ. വരൾച്ചയും അതുപോലെ തന്നെ കാട്ടു തീയുമാണ് ഫോറസ്റ്റ് ഫയർ. സോ ഫോറസ്റ്റ് ഫയർ ആൻഡ് ഡ്രോട്ട് കണ്ടീഷൻ. ദെൻ കോൺസിക്വൻസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഇപ്പൊ ഡിഫോറസ്റ്റേഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. സോ കോൺസിക്വൻസസിൽ വരുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കണേ. ഒരു മിനിറ്റ്. ഓക്കെ, റെഡി. കോൺസിക്വൻസിൽ when the trees are cut down, top layer of soil become dry and it lead to soil erosion. The first problem is soil erosion. What is soil erosion? Removal of top layer of the soil. Top soil remove ചെയ്ത് പോകും. And you know that topmost layer of soil is more fertile. The fertile topsoil get depleted. That is called soil erosion. The first problem മനസ്സിലാക്കി പഠിക്കുക. Soil erosion due to wind or water. Then loss of top fertile. അതാണ് soil erosion. I told you. Excess amount of water leaves through stomata of the leaves. This is known as transpiration. എന്താണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയും. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ കാരണം മരങ്ങളെ വെട്ടി നശിപ്പിച്ചാൽ മഴ ലഭിക്കില്ല എന്നുള്ളതാണ്. മഴയ്ക്ക് കാരണം ഒരു കാരണം എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ നിന്ന് ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ, എന്താ ട്രാൻസ്പിരേഷൻ, ആ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താ, ഈ മരങ്ങളിൽ നിന്ന്, ഇലകളിൽ നിന്ന് വാട്ടർ വേപ്പർ സ്റ്റേജിൽ, ഇലകളിൽ നിന്ന് വാട്ടർ വേപ്പർ സ്റ്റേജിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. Transpiration is the process of removal of water in the form of vapor from the aerial part of the plant, or we can say from the leaves. അപ്പോൾ ഇലകളിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് എന്ത്, ട്രാൻസ്പിരേഷൻ. വെള്ളം വേപ്പർ സ്റ്റേജിൽ. അപ്പോൾ ഈ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് പോയി മഴയായിട്ട് പെയ്യും. അത് പറയാനാണ്, അത് മരങ്ങളെ വെട്ടി നശിപ്പിച്ചാൽ ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കുറയും. ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കുറഞ്ഞാൽ റെയിൻഫാളിന്റെ റേറ്റും കുറയും. അതാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ട്രാൻസ്പിരേഷൻ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എൻവിറോൺമെന്റ്, ബട്ട് ഡ്യൂ ടു ഡിഫോറസ്റ്റേഷൻ ട്രാൻസ്പിരേഷൻ റേറ്റ് ഈസ് ഡിക്രീസിംഗ് with the decrease in number of trees. More the number of trees, more the transpiration rate. More the transpiration rate, more the rainfall. So deforestation കൂടുമ്പോൾ trees are being cut down. So lesser number of tree. Lesser number of tree means rate of transpiration decreases. When rate of transpiration is decreasing, rainfall also decreases. That is the idea. അതാണ് ഐഡിയ. ശ്രദ്ധിച്ചോ, decrease in the transpiration rate will affect atmospheric moisture, which decrease amount of rainfall. Decrease in rainfall in one particular area for longer duration result in drought, വരൾച്ച. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മഴ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ അവൈലബിലിറ്റി കുറയും.
ആ ഒരു ഏരിയയിലെ ഗ്രൗണ്ട് വാട്ടറിന്റെ അളവും കുറയും. അപ്പോൾ പ്രോബബിളി ആ ഒരു ഏരിയ വരൾച്ചയിലേക്ക് പോകും. ദാറ്റ്സ് കോൾഡ് എ ഡ്രോട്ട് കണ്ടീഷൻ. Plant cannot survive in such conditions as the land becomes dry with no moisture to provide to the plant. അതായത് പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യാൻ മോയ്സ്ചർ ഇല്ല, കാരണം ഡ്രോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വരൾച്ചയാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്, കോൺസിക്വൻസ് ഓഫ് ദി ഡിഫോറസ്റ്റേഷൻ. ദെൻ പ്രിവെൻഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ. വാട്ട് ടു ബി ഡൺ നെക്സ്റ്റ്? സോ വി ഹാവ് ലേൺഡ് അബൌട്ട് കോൺസിക്വൻസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ കമന്റും ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് എന്ന് കമന്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ഇഷ്യൂ ഉണ്ടാവും. സോ ഇവിടെ ഇതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? അവിടെ നമുക്ക് റീസൈക്ലിംഗ് ഓഫ് പേപ്പർ എന്നൊരു ആസ്പെക്ട് വരുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ലാസ്റ്റ് വരുന്ന ഒരു പോയിന്റ് ആണ്. ഇവിടെ ഒരു കണക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കാണ്. അതായത് 1 ടൺ പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ 17 ഫുള്ളി ഗ്രോൺ ട്രീസിനെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിന്റെ പൾപ്പ് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ. സിൻസ് ഡിഫോറസ്റ്റേഷൻ ഈസ് മേജർ ത്രെറ്റ് ടു എൻവിറോൺമെന്റ്, ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് മെഷേഴ്സ്. One of the method is to recycle and reusing the articles. So recycle പറയുമ്പോൾ to make 1 ton of ഒരു ഐഡിയ നോക്കണേ. To make 1 ton of paper, 17 fully grown trees are required. To overcome this, we can use റീസൈക്കിൾ ചെയ്യുക പേപ്പർ. നമ്മൾ റീസൈക്കിൾ പേപ്പറിൽ എഴുതാം. അതായത് പുതിയ പേപ്പർ ഉണ്ടാക്കുന്നതിന് പകരം പഴയ പേപ്പർ തന്നെ എന്ത് ചെയ്താൽ പ്രോസസ്സ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. അതുവഴി മരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. റീഫോറസ്റ്റേഷൻ ആൻഡ് റീഅഫോറസ്റ്റേഷൻ, അത് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷനും പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കണേ, രണ്ടും എന്താണെന്നുള്ള ഐഡിയ ഇപ്പൊ തന്നെ കിട്ടണം. ആ വാക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കിട്ടും. Reforestation is the process of replanting. Listen, reforestation means replanting trees in a deforested area where tree cover has been lost. അതായത് മുന്നേ ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു. ഒരു ഭൂമിയിലുള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് മരങ്ങളൊന്നും ഇല്ലാതായി. ഓൾറെഡി ഡിഫോറസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണ്. സീ ദ ഡിഫറൻസ്. റീപ്ലാന്റിങ്, വീണ്ടും നടുകയാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. The next is afforestation. Afforestation is the practice of planting trees or sowing seed, വിത്ത് വിതയ്ക്കുക അല്ലെങ്കിൽ മരങ്ങളെ നടുക, on a land where no forest existed before. മുന്നേ ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലാൻഡ് എന്ന് പറയുമ്പോൾ മുന്നേ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കാത്ത ഒരു ലാൻഡ് ആയിരിക്കും. ആ ഒരു ലാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക? കൾട്ടിവബിൾ ആക്കി മാറ്റുക. അവിടെ മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുക. ദിസ് ഈസ് കോൾഡ് അഫോറസ്റ്റേഷൻ. ആൻഡ് ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീഫോറസ്റ്റേഷൻ ആൻഡ് അഫോറസ്റ്റേഷൻ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക. ക്ലിയർ ആണെങ്കിൽ ഐ വാണ്ട് എവറിബഡി ഓഫ് യു ടു റെസ്പോണ്ട് ഇൻ ദി കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ്. ഇവിടെ അടുത്ത് പറയുന്ന പോയിന്റ് കൂടി ഒന്ന് നോക്കണേ. മീൻവൈൽ ഞാൻ ചാറ്റ് ബോക്സും ശ്രദ്ധിക്കുന്നുണ്ട്. റിഫോറസ്റ്റേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് നാച്ചുറലി ഓൾസോ. നാച്ചുറലി, മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെയും ഒരു ഓൾറെഡി ഒരു ഡിഫോറസ്റ്റഡ് ഏരിയ തിരിച്ചു വരും. അതായത് അവിടെ പ്ലാന്റ്സ് വളർന്നു തുടങ്ങും. If the deforested area is left undisturbed, it re-establishes itself. Okay? In natural reforestation, there is no role of human being. That is understood. No need of much explanation. Natural means it is natural. No human interference or no human interaction is there. Next, conservation of forest and wildlife. This is what we need to learn next. So before learning that, we should understand what is biosphere. എന്താണ് ബയോസ്ഫിയർ എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ജോഗ്രഫിയിലും മറ്റുമായി പഠിച്ചിട്ടുണ്ടോ? ബയോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ്, അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് ബയോസ്ഫിയർ? ഡെഫിനറ്റ്ലി ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എർത്ത്. ആ വേർഡ് ശ്രദ്ധിച്ചേ, ബയോസ്ഫിയർ. സ്ഫിയർ indeed is a part of earth. Bio means what? You are learning biology. Biology എന്താ?
Simply you can say study of living organisms. Very simple definition. So living things. So biosphere means it's a part of earth where we can see living organisms. Biosphere is that part of earth in which living organisms exist or which support life. Biosphere life support ചെയ്യപ്പെടും. Life support ചെയ്യുമ്പോൾ ജീവൻ ഉണ്ടാവും. Biological diversity or biodiversity refers to variety of organisms existing on earth. നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ആ വെറൈറ്റി അല്ലെങ്കിൽ ആ ഒരു വൈവിധ്യത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ്, ഈവൻ നമ്മൾ ഒരു സ്പീഷീസ് ഓഫ് മങ്കി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മങ്കി എന്ന് പറയുന്ന ഓർഗാനിസം എടുത്താൽ അത് തന്നെ ഡിഫറെന്റ് തരത്തിലുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസിലുണ്ട്. കടലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിഫറെന്റ്, നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത, നമ്മൾ ഇനിയും കണ്ടെത്താത്ത ഒരുപാട് ജീവജാലങ്ങൾ ഇനിയുമുണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി. അത്രയും ഡൈവേഴ്സ് ആണ് നമ്മുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ബയോഡൈവേഴ്സിറ്റി വി ലേൺ അബൌട്ട് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവിറോൺമെന്റ് ഓൾസോ. അതായത് ജീവജാലങ്ങൾ പരസ്പരമുള്ള ഇന്റർ റിലേഷൻഷിപ്പും അതുപോലെ ജീവജാലങ്ങൾ എൻവിറോൺമെന്റുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പും നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യപ്പെടും. റെഡി, സെറ്റ് ക്ലിയർ ആണ്, സെറ്റാണെന്ന് പറയുന്നത്. സ്ക്വയറിയൽസ് ആൻഡ് ബേർഡ്സ് ഹെൽപ്പ് ഇൻ റിഫോറസ്റ്റേഷൻ. യെസ്, അവർ കറക്റ്റ് ആണ്. അവർ പിന്നെ ഏതൊക്കെ ഫ്രൂട്ട് കഴിച്ച് സീഡ് ഡിസ്പോസലിന് സഹായിക്കുന്നുണ്ട്. ഗുഡ് പോയിന്റ്. അടുത്ത നോക്കിക്കോളൂ. ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ. ഫ്ലോറ മീൻസ് പ്ലാന്റ്സ് ആൻഡ് ഫോണ ഈസ് ആനിമൽസ്. അതറിയാലോ. അപ്പൊ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ പരസ്പരം ഇന്റർ ഡിപ്പെൻഡഡ് ആണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആനിമൽസ്, ദ ഫോണ ടേക്ക് ഷെൽട്ടർ ഇൻ ദ ഫ്ലോറ. വെരി ക്ലിയർ. ബേർഡ്സ് യൂസ് ടു ബിൽഡ് നെസ്റ്റ് ഇൻ ദി ട്രീ. Squirrel used to live in the burrow of the tree. അപ്പം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫ്ലോറയെ ഫോൺ ഡിപ്പെൻഡ് ചെയ്യാണ് ജീവിക്കാൻ വേണ്ടി. ഇഫ് വി കട്ട് ഡൗൺ ട്രീസ്, ആനിമൽ വിൽ ലൂസ് ദെയർ ഹോം ആൻഡ് ദിസ് ഈസ് കോൾഡ് ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. അപ്പോൾ മരങ്ങളെ മുറിച്ചാൽ ആ മരങ്ങളിൽ നിൽക്കുന്ന ജീവജാലങ്ങൾക്ക് പിന്നീട് ഇടയ്ക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടിലാവും. ദാറ്റ്സ് കോൾഡ് ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് ഈസ് എ പ്ലേസ് ഓർ നാച്ചുറൽ ഹോം വെയർ ആനിമൽ ലിവ്. അതൊരു ജീവിയുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഏരിയ ഉണ്ട്, വസിക്കുന്ന ഇടം, താമസിക്കുന്ന സ്ഥലം, അതിന്റെ ചുറ്റുപാട്, അതിനെയാണ് ഹാബിറ്റാറ്റ് എന്ന് പറയാം. അവിടുന്ന് അത് ഭക്ഷണം കഴിക്കുന്നു, അത് ജീവിക്കുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. അതിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇഫ് ആനിമൽ ലോസ് ദെയർ ഹോം, ദേ വിൽ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിന്റെ വാസസ്ഥലം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ജീവജാലങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങും. ദേ വിൽ ബി എക്സ്പോസ്ഡ് ആൻഡ് കനോട്ട് ഹൈഡ് പ്രോപ്പർലി. അതായത് അവർക്ക് നിൽക്കേണ്ട സ്ഥലം പോയി. മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചപ്പോൾ ഈ പക്ഷികൾക്ക് അല്ലെങ്കിൽ ആ ഒരു അണ്ണാനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അണ്ണാക്കോട്ടനൊന്നും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? പോകൂലേ. സോ അങ്ങനെ പോകുന്ന സമയത്ത് ദേ ആർ വൾണറബിൾ, ദേ ആർ മോർ വൾണറബിൾ. പ്രിഡേഷൻസ് ഒക്കെ ഉണ്ടാവും, പ്രിഡേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. സ്ലോലി ദേ വിൽ സ്ട്രഗിൾ ആൻഡ് ഇഫ് ദിസ് കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം ദേ വിൽ ബിക്കം കംപ്ലീറ്റ്ലി എക്സ്റ്റിൻറ്റ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? എക്സ്റ്റിൻറ്റ് ആവാൻ തുടങ്ങും. വംശനാശ ഭീഷണി നേരിട്ട് വംശം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എക്സ്റ്റിൻഷൻ ഈസ് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ഓഫ് സ്പീഷീസ് ഫ്രം അവർ പ്ലാനറ്റ് എർത്ത്. അതായത് എക്സ്റ്റിൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വംശനാശമാണ്. അതായത് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവുക. യെസ് തപസ് രഞ്ജൻ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോച്ചിങ്ങും ഹണ്ടിങ്ങും ആണ്. വെൽ, അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ സ്പീഷീസ് ഗെറ്റിംഗ് വൈപ്ഡ് ഔട്ട്. അത് എക്സ്റ്റിൻഷനിലെ മറ്റൊരു റീസൺ ആണ് പോച്ചിങ്. പോച്ചിങ് എന്താണ്? ഇറ്റ്സ് ഇല്ലീഗൽ ഹണ്ടിങ്. സിംപ്ലി വി ക്യാൻ സേ ഇറ്റ്സ് ഇല്ലീഗൽ ഹണ്ടിങ് ഓർ ക്യാപ്ചറിങ് ഓഫ് വൈൽഡ് ആനിമൽ. വൈൽഡ് ആനിമൽസിനെ ക്യാപ്ചർ ചെയ്യുക ഹ്യൂമൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കൊന്ന് അതിൽ നിന്ന് എന്താണ് ഹോണ്, സ്കിന്ന് ഇതൊക്കെ യൂസ് ചെയ്യാം. Animal like tiger, elephant, rhino and many more are hunted down for various purposes. Rhinoceros is hunted and killed for its horn, which are used for medicinal purposes and decorative items. It has a high demand in Asia. Then talking about tiger, okay, tigers are hunted for their skin or hide, which are used for making apparel, rugs and decorative items. Okay, പരവതാനി അതുപോലെ തന്നെ ഡ്രസ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. സി കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. എവറി ഇയർ 20,000 ആഫ്രിക്കൻ എലിഫന്റ് ആർ ഇല്ലീഗലി കിൽഡ് ഫോർ ദെയർ ടസ്ക്. ആനക്കൊമ്പ്. ടസ്ക് ആർ യൂസ്ഡ് ടു മേക്ക് ജ്വല്ലറി ആൻഡ് ചോപ്സ്റ്റിക്. ഭക്ഷണം കഴിക്കുമ്പോൾ ചോപ്സ്റ്റിക് ആയിട്ടും ഉപയോഗിക്കും.
ready? They go to towns and city. അതെ, വൈൽഡ് ആനിമൽസ് അങ്ങനെ പോകും അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഹാബിറ്റാറ്റ് ലോസ് ആകുമ്പോൾ ആനിമൽ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക, നഗരപ്രദേശങ്ങളിൽ മൃഗങ്ങൾ വരുന്നുണ്ട്. സമീപകാലത്തൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, ആനയും പിന്നെ കടുവൊക്കെ വന്ന സാഹചര്യമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വരാറുണ്ട്. കാസർഗോഡ് നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. റാണിപുരം അല്ലെങ്കിൽ നമ്മുടെ പാണത്തൂർ എന്ന് പറയുന്ന ഏരിയയിലൊക്കെ മുന്നേ ഇതുപോലെ കടുവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡൈനോസർ, ഇതിപ്പോൾ എക്സ്റ്റിൻ്റ് ആയിട്ടുള്ള കുറച്ച് ജീവികളാണ്. ഡൈനോസറും ക്യൂബൻ മെക്കാവും ടാസ്മാനിയൻ ടൈഗറും എക്സ്റ്റിൻ്റ് ആയതാണ്. So dinosaurs extinct. They were extinct about 65 million years ago. Complete dinosaur species are wiped out from Earth during that particular period of time. ആ ഒരു ജുറാസിക് പീരീഡ് ആണ്. ആ ഒരു പീരീഡിൽ ഡൈനോസേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ആയിപ്പോയി. ക്യൂബൻ മെക്കൗ വിച്ച് ബിക്കം എക്സ്റ്റെൻഡ് ഇൻ ദ ലേറ്റ് 1860s ഡ്യൂ ടു ദി ഡിഫോറസ്റ്റേഷൻ, ഹണ്ടിങ് എക്സെട്ര. ടെസ്മാനിയൻ ടൈഗർ ബിക്കം എക്സ്റ്റെൻഡ് ഇൻ 1936. This is very important. Okay, this is very important. Very important. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. റെഡ് ഡാറ്റ ബുക്സ്, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് ലേൺ. റെഡ് ഡാറ്റ ബുക്ക് കീപ്സ്, എന്താ റെഡ് ഡാറ്റ ബുക്ക്? ഇറ്റ്സ് ആക്ച്വലി എ റെക്കോർഡ് ഓഫ് റെക്കോർഡ് ഓർ സ്റ്റാറ്റസ് ഓഫ് ഓൾ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സ്പെഷ്യലി ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, ത്രെറ്റൻഡ് ആയിട്ടുള്ള ജീവികളുടെ ഇൻഫോർമേഷനാണ് ഇവിടെ ഉണ്ടാവുക മെയിനായിട്ട്. വെദർ ദേ ആർ എൻഡേഞ്ചേർഡ് ഓർ ത്രെറ്റൻഡ്, ദ ബുക്ക് keeps a record of every information about a particular organism. ശ്രദ്ധിച്ച് പഠിക്കണം. ആക്ച്വലി ഈ റെഡ് ഡാറ്റ ബുക്ക് ഇതവിടെ കാണാം. റെഡ് ഡാറ്റ ബുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? IUCN. ആക്ച്വലി ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ IUCN. IUCNന്റെ ഫുൾ ഫോം പഠിക്കുക, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCNന്റെ ഫുൾ ഫോം പഠിക്കുക. Red Data Book was found in the year 1964. The main goal is to conserve both plants and animals found on our planet Earth. അപ്പോൾ എക്സ്റ്റെൻഡ് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് മീൻസ് വാട്ട്? ദേ ആർ ഇൻ ദി വെർജ് ഓഫ് എക്സ്റ്റിൻഷൻ. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ആനിമൽസിനെ പ്രിസർവ് അല്ലെങ്കിൽ കൺസർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, in future, in near future, they will become extinct. Endangered species are ones which are at verge of extinction. There are few species of plants, animals which are depleting alarmingly. And in a few years or so, these species will get wiped out if we continue to exploit it. As we all know about tigers, very few tigers are left on Earth. Initiative need to be taken to save this majestic animal from getting extinct from our planet Earth. Apart from animals, there are endangered species of plants as well as like Rafflesia and Indian mallow. So endangered means what? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? കൺസർവ് ചെയ്യണം. അപ്പോൾ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 1973 in the year 1973, in order to protect tiger, government declare ചെയ്ത ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ. The government understand that there is a need to protect flora and fauna, and for this they came forward with amazing products and project and act. Wildlife Protection Actum കുറെ പ്രൊജക്റ്റും ഒക്കെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. First project was Project Tiger. This is very important, which was launched in the year 1973 to protect tiger. Various guidelines and rules were formulated which included breeding program for tiger, student awareness program, etc. ഈ കടുവകളെ ബ്രീഡ് ചെയ്യിക്കുക, കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ബ്രീഡ് ചെയ്യിക്കുക. അതുപോലെ തന്നെ കുട്ടികളിൽ, അതായത് നമ്മളെ വിദ്യാർത്ഥികളിൽ ഒരു അവബോധം അല്ലെങ്കിൽ ഒരു ധാരണ, ശരിയായിട്ടുള്ള ഒരു ധാരണ കടുവകളെക്കുറിച്ചും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസിനെ കുറിച്ചും വ്യക്തമാക്കുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിച്ചു. റെസ്ട്രിക്ഷൻ ഹോർഡിങ്സ് വെയർ ഓൾസോ എസ്റ്റാബ്ലിഷ് അണ്ടർ ദിസ് പ്രൊജക്ട്. അത് നമ്മുടെ കടുവകളെ പല കാര്യങ്ങളിൽ നിന്ന്, അല്ലെ മനുഷ്യന്മാർ പോച്ചിങ്, ഹണ്ടിങ് പോലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള
ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ബംഗാൾ ടൈഗേഴ്സ് ആൻഡ് then this project spanned out conservation of all tigers in India. അതായത് ബംഗാൾ ടൈഗറും ആദ്യം തുടക്കത്തിൽ കൺസർവ് ചെയ്യപ്പെട്ടു, പിന്നീട് ഇന്ത്യയിലെ എല്ലാ ടൈഗേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്ട് മാറിയിട്ടുണ്ട്. This project created awareness and included programs in order to save tiger. This led to successful increase in the population of tiger from the year 2006 to 2018. Yes, high fire. Okay, yes. 2006 മുതൽ 2018 വരുമ്പോൾ അവിടെ ഒരുപാട് ഇൻക്രിമെന്റ്, ടൈഗറിന്റെ നമ്പറിൽ ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. സോ മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ് ഇസ് എ കൈൻഡ് ലൈക്ക് എ വിന്റർ ഓർ സമ്മർ ഹോളിഡേ ഫോർ ദം. Some place that they visit at a particular time each year without any fail. They used to regularly visit some areas yearly. Okay, migratory birds fly to distant place to find the most favorable climatic condition and habitat for feeding, breeding, raising their young one. So എന്തിനാണ് ഈ ജീവികൾ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്? ആദ്യം ഉണ്ടായ സ്ഥലത്തുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ അൺഫേവറബിൾ ആയിരുന്നു. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള ഏരിയയിലേക്ക് അത് പോകാം. നമ്മുടെ നാട്ടിലേക്ക് ദേശാടന കിളികൾ വരാറുണ്ട് അല്ലേ, അവർ വന്ന് ബ്രീഡ് ചെയ്യാറുണ്ട്, മുട്ടയിടാറുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തിയതിനു ശേഷമാണ് അവർ പോവുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചില സീസൺ ആകുമ്പോഴാണ് ഇത് വരുന്നത്. ഫേവറബിൾ കണ്ടീഷൻ, എവിടെയാണോ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളത് ആ ഏരിയയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് അവർ കാണിക്കുക. In order to provide protection to different species, government has declared some areas as reserved area. ഇനി നമുക്ക് പറയാനുള്ളത് റിസർവ്ഡ് ഏരിയയെ കുറിച്ചാണ്. അതുകൂടിയാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ ചില റിസർവ്ഡ് ഏരിയാസ് ആണ് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. തീർച്ചയായിട്ടും മൂന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എൻഡമിക് സ്പീഷീസ് എന്താണെന്നുള്ളതാണ്. എൻഡമിക് സ്പീഷീസ് ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഏരിയയിൽ മാത്രം കാണുന്ന ചില ജീവികളുണ്ട്, ചില സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. They are known as endemic. Endemic means they are restricted or they are present in that particular area only. Plants and animal species found exclusively in a particular area, that is what is called endemic species. നമ്മൾ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ ഉണ്ട്, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. അപ്പോൾ ഇവിടെ വേർഡ് മീനിങ് തന്നെ വളരെ ക്ലിയർ ആണ്. ഇൻസിറ്റു മീൻസ് എന്താണ്? ആ ഒരു ആനിമലിനെ, നമുക്കൊരു ആനിമലിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ആനിമലിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ലൊക്കാലിറ്റിയിൽ കൊണ്ടുപോകുന്നില്ല. അതാണ് ഇൻസിറ്റു. കൺസർവേഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ്, സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റം വേർ ദേ നാച്ചുറലി ഒക്കെ. വി ആർ നോട്ട് ടേക്കിംഗ് ദം അവേ. വി ആർ നോട്ട് ടേക്കിംഗ് അവേ ഫ്രം ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ആക്ച്വലി ഈ ജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? അത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. അവരെ വേലി കെട്ടി ഫെൻസ് കെട്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ദാറ്റ്സ് കോൾഡ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റു മീൻസ് വാട്ട്? എക്സിറ്റു മീൻസ് നമ്മൾ ആ ഒരു ജീവിയെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോയി വളർത്തുകയാണ്. അപ്പോൾ എക്സിറ്റു കൺസർവേഷൻ ഈസ് കൺസർവേഷൻ ഓഫ് എലിമെന്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അപ്പോൾ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അതിനെ നർച്ചർ ചെയ്ത് വളർത്തുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എക്സിറ്റു. യെസ്. അപ്പോൾ ഇൻസിറ്റു പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദീസ് ആർ എക്സാമ്പിൾ ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ. എക്സിറ്റുവിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർ ചേഞ്ച് ചെയ്യുന്നു അല്ലെ, ഒരു ഏരിയയിൽ നിന്ന് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വളർത്തുകയാണ്, അല്ലെങ്കിൽ അവിടെ കൺസർവ് ചെയ്യുകയാണ്. വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൺസർവ് ചെയ്യുന്നതിന് എക്സിറ്റു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് നോക്കിക്കോളൂ. എക്സിറ്റു കൺസർവേഷൻ മീൻസ് ദ കൺസർവേഷൻ ഓഫ് സ്പീഷീസ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഇൻവോൾവ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അവേ ഫ്രം ദി ലൊക്കേഷൻ. അത് എവിടെയാണോ ഉണ്ടായത് അതിനെ മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്, ദീസ് ആർ ഓൾ എക്സാമ്പിൾ ഓഫ് എക്സിറ്റു കൺസർവേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മുടെ മധ്യപ്രദേശിലെ പച്ച്മാരി ബയോസ്ഫിയർ റിസർവ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. മധ്യപ്രദേശിലാണ് പച്ച്മാരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഇത്. റെഡിയല്ല? ഇൻസിറ്റു എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ കേട്ടോ. ഇത് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ ഏരിയയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. യെസ്. പച്ച്മാരി ബയോസ്ഫിയർ റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് പച്ച്മാരി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. MP മധ്യപ്രദേശ് ആണ്. റെഡി? ശ്രദ്ധിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. പച്ച്മാരി ബയോസ്ഫിയർ റിസർവ്. ആക്ച്വലി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ ആണ്.
ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ അല്ല, അത് വളരെ വലിയ ഏരിയ ആണ്. അവിടെ പഞ്ചമാരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് വലിയ ഏരിയ. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? അവിടെ ഒരു നാഷണൽ പാർക്കും 2 വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഉണ്ട്. പഞ്ചമാരി ബയോസ്ഫിയർ റിസർവ് ഇസ് എ ലാർജ് ഏരിയ വിച്ച് കംപ്രൈസസ് ഓഫ് 1 നാഷണൽ പാർക്ക്. അത് സത്പുര നാഷണൽ പാർക്കാണ്. ഒരു നാഷണൽ പാർക്കുണ്ട്, ദാറ്റ് ഇസ് സത്പുര നാഷണൽ പാർക്ക്. ആൻഡ് 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഒന്ന് ബോറിയും ഒന്ന് പഞ്ച്മാരിയുമാണ്. ബോറി വൈൽഡ് ലൈഫ് സാങ്ച്വറി, 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഒന്ന് ബോറി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും പിന്നെ പഞ്ച്മാരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഉണ്ട്. അതാണ് ഓർത്തു വെക്കേണ്ടത്. റെഡി. ബയോസ്ഫിയർ റിസർവ് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ലാർജ് ഏരിയ വിച്ച് പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രൊട്ടക്ട് ചെയ്യും. പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ മധ്യപ്രദേശ്, ലൊക്കേറ്റഡ് ഇൻ ദ സത്പുര മൗണ്ടൻ. അതുകൊണ്ട് സത്പുര കി റാണി എന്ന് പറയാറുണ്ട്. സത്പുര കി റാണി, ഓക്കെ, സത്പുര മൗണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിസ് ബയോസ്ഫിയർ റിസർവ് ഹാസ് എൻ അമേസിംഗ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ലൈക്ക്, ഇവിടുത്തെ എന്താ പറയുക, എൻഡമിക് സ്പീഷീസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? സാൽ ട്രീ, വൈൽഡ് മാംഗോ ട്രീ, തേക്ക് ട്രീ, അർജുൻ ട്രീ ആർ ഓൺലി ഫൗണ്ട് ഇൻ ദിസ് ഏരിയ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെന്താ പറയുക, അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എന്താ പറയുക, എൻഡമിക് അല്ലേ. അങ്ങനെയുള്ള സ്പീഷീസിന് നമ്മൾ എന്താ പറയുക, എൻഡമിക് സ്പീഷീസ്. എൻഡമിക് സ്പീഷീസ് എന്ന് പറയും. എൻഡമിക് എന്നാ പറയാം. ഓക്കെ, റെഡി, സെറ്റ്. എൻഡമിക് എന്നാ പറയാം. Teak tree is dominant in this area. Okay, all the trees mentioned are conserved well in this area apart from plants and flowers. There is a great variety of animal. ഇവിടെ കുറെ great variety of animal ഉണ്ട്. Flying squirrel, tiger, leopard, zambar deer. Along with these we can see bison and barasinga in this area. ഈ ഏരിയയിൽ ബാരസിംഗ അതുപോലെ തന്നെ ബൈസൺ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെ കാണാം? ടൈഗർ, ഫ്ലൈങ് സ്ക്വയർ, ലെപ്പേർഡ്, സാമ്പാർ ഡിയർ ഇതൊക്കെ കാണാം. ഓൾ ഓഫ് ദീസ് ആനിമൽസ് ആർ ഓൾസോ വെൽ പ്രൊട്ടക്റ്റഡ് ഇൻ ദിസ് അമേസിംഗ് ബയോസ്ഫിയർ റിസർവ്. വലിയ ഏരിയ ആണ്. അപ്പോൾ അവിടെ വലിയ ഏരിയ ആയതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല. ബയോസ്ഫിയർ റിസർവ്സ് ആർ ലാർജ് ഏരിയ ദാറ്റ് പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സാൽ, തേക്ക്, അർജുൻ ആൻഡ് വൈൽഡ് മാംഗോ ആർ ഫ്ലോറ, വൈൽ ഫ്ലൈങ് സ്ക്വയർ, ബൈസൺ, സാമ്പാർ ഡിയർ ആർ ദ ഫോണ സ്പീഷീസ് conserved in Panchmari Biosphere Reserve. Plants and animals that are found only in particular. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡമിക് എന്ന് പറയാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻഡമിക് ആണ്. കാരണം പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവിൽ കാണുന്ന ജീവികളാണ്. അപ്പോൾ ആ ഏരിയയിൽ കാണുന്നത് കൊണ്ട് അത് എൻഡമിക് ആണ്. അപ്പോൾ എൻഡമിക് എന്താണെന്ന് പറഞ്ഞു? എക്സാമ്പിൾ സാൽ, ഫ്ലൈങ് സ്ക്വയറിയൽ, ദേ ആർ എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ്, സോ ദേ ആർ എൻഡമിക് സ്പീഷീസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് പറഞ്ഞു, പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ കൺസ്ട്രക്റ്റഡ് ഓർ മെയ്ഡ് സോ ദാറ്റ് വൈൽഡ് ലൈഫ് ക്യാൻ ഹാവ് പ്രൊട്ടക്ഷൻ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാനാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ടു കൺസേർവ് ദ ആനിമൽസ്, ദീസ് സാങ്ച്വറീസ് ആർ മെയ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആസ് ദീസ് സാങ്ച്വറീസ് ആർ ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്, there are certain activity which are prohibited. See, ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു റിസർവ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കൺസർവേഷൻ എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് മെന്റ് ടു പ്രൊട്ടക്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കുറേ കാര്യങ്ങൾ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ഇവിടെ എന്തൊക്കെ പ്രൊഹിബിറ്റഡാ? ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ് ഓഫ് ആനിമൽ, കില്ലിംഗ് ആനിമൽ ഓർ പോച്ചിങ് ആർ നോട്ട് അലൗഡ് ഇൻ ദി വൈൽഡ് ലൈഫ് സാങ്ച്വറി. വേട്ടയാടുന്നതോ മൃഗങ്ങളെ കൊമ്പിന് വേണ്ടിയൊക്കെ കൊല്ലുന്നതൊക്കെ എന്താണ് നിരോധിച്ചിട്ടുണ്ട്. അത് വളർത്തുന്നത് പോലും തെറ്റാണ്. The rules are strongly maintained to protect these wildlife animals. റൂൾസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ തിങ് ദാറ്റ് ആർ അലൗഡ്, അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് അലൗ ചെയ്യുന്നില്ല ഇവിടെ? ഒബ്വിയസ്ലി ഹണ്ടിങ്ങും പോച്ചിങ്ങും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അലൗ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ? സ്പൈസ് കളക്ഷൻ, ടിമ്പർ കളക്ഷൻ, ഹെർബിൻ്റെ കളക്ഷൻ, അവിടെയുള്ള ലോക്കൽ ട്രൈബൽ പീപ്പിളിന് അതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, കളക്ഷൻ ഓഫ് വുഡ് ഈസ് ഓൾസോ അലൗഡ് ഫോർ കുക്കിംഗ് പർപ്പസ് ആൻഡ് മേക്കിംഗ് ഫെൻസ്. വേലി കെട്ടാനും പാചകം ചെയ്യാനും ഫയർ വുഡൊക്കെ കളക്ട് ചെയ്യാം, സ്പൈസസ് കളക്ട് ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഹണ്ടിങ്ങോ പോച്ചിങ്ങോ ചെയ്യാൻ പാടില്ല. അവിടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക, അതിൽ പ്രശ്നമൊന്നും കാണുന്നില്ല.
അപ്പോൾ ഈ രണ്ട് പിന്നെ നേരത്തെ പഠിച്ച ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ബയോസ്ഫിയർ റിസർവ് ലാർജ് ഏരിയ വിച്ച് കൺസർവ് റിച്ച് ബയോഡൈവേഴ്സിറ്റി, അവിടെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വൈൽഡ് ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഗ്രേസിംഗ്, കളക്ഷൻ ഓഫ് ഫയർവുഡ്, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ആക്ടിവിറ്റി ആർ അലൗഡ് ബയോസ്ഫിയർ റിസർവ്. ആക്ടിവിറ്റീസ് സച്ച് എസ് പോച്ചിങ്, ക്യാപ്ചറിങ് ഇതൊന്നും അലൗഡ് അല്ല. വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഗ്രേസിംഗും കളക്ഷനും ഇതൊക്കെ അലൗഡ് ആണ്. അതുപോലെ തന്നെ പോച്ചിങ്ങും ക്യാപ്ചറിങ്ങും ഒന്നും എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അത് സെയിം പോയിന്റ് തന്നെയാണ്. ഇനി നമ്മൾ നാഷണൽ പാർക്കിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് കുറച്ച് മാറ്റങ്ങൾ വരുന്നത്. നാഷണൽ പാർക്ക് ഹാസ് ഗോട്ട് എ ഡിഫൈൻഡ് ബൗണ്ടറി ത്രൂ വിച്ച് നോ പേഴ്സൺ ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ പാർക്ക് വിത്തൗട്ട് പ്രയർ അപ്രൂവൽ ഓർ പെർമിഷൻ. മുൻകൂട്ടി ഒരു പെർമിഷൻ, മുൻകൂട്ടി ഒരു അനുവാദമില്ലാതെ നാഷണൽ പാർക്കിനകത്തേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. നാഷണൽ പാർക്കിന് വ്യക്തമായ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കകത്തേക്ക് ആരെങ്കിലും എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പെർമിഷൻ മുന്നേ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓൺലി അപ്രൂവ്ഡ് പീപ്പിൾ ക്യാൻ വിസിറ്റ് ദ പാർക്ക് ഐദർ ബൈ പേയിങ് വിസിറ്റർ ടിക്കറ്റ്. ഒന്നുകിൽ വിസിറ്റ് ചെയ്യാനെങ്കിൽ വിസിറ്റ് ടിക്കറ്റ് എടുക്കണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രൂവൽ ലെറ്റർ വാങ്ങിക്കണം. എനിക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ, എനിക്കൊരു ഈ ഒരു നാഷണൽ പാർക്കിൽ ഒരു ജീവിയെ കുറിച്ച് റിസർച്ച് ചെയ്യണം, അപ്പോൾ അതിന്റെ പെർമിഷൻ ഞാൻ മുൻകൂട്ടി ഗവൺമെന്റിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ പെർമിഷൻ കിട്ടിയിട്ട് വേണം എനിക്ക് കയറാൻ. ഓക്കെ. വിസിറ്റേഴ്സ് മൂവ് അറൌണ്ട് ദ പാർക്ക് ഇൻ വെഹിക്കിൾ. ഇതിനകത്ത് വിസിറ്റേഴ്സ് എങ്ങനെയാണ് പോവുക? നടന്നു പോകുക? ഇല്ല, ഒരു വെഹിക്കിളിനകത്താണ് പോവുക. ദ വിസിറ്റേഴ്സ് ക്യാൻ ഓൺലി വിസിറ്റ് ദ സൈറ്റിംഗ് പ്ലേസ് ഇൻസൈഡ്. അതിനകത്തുള്ള സൈറ്റിംഗ് പ്ലേസിൽ മാത്രമേ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ആനിമൽസ് ആർ അലൗഡ് ടു മൂവ് അറൌണ്ട് ഫ്രീലി. അപ്പോൾ നാഷണൽ പാർക്കിനകത്ത് നമ്മൾ വണ്ടിക്കകത്തൂടെ പോവാം, കാരണം ആനിമൽസ് ഒക്കെ ഫ്രീ ആയിട്ട് വാണ്ടർ ചെയ്ത് നടക്കുന്നുണ്ടാവും. ദ ആനിമൽസ് ആർ നോട്ട് റെസ്ട്രെയിൻഡ് ലൈക്ക് ഇൻ ദ സൂ. സൂവിലാണെങ്കിൽ മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്തുക, റെസ്ട്രെയിൻഡ് ആണ്. അവർക്കൊരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ നടക്കാനും അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ പറ്റുള്ളൂ. അതുപോലെ അല്ല എന്ത് നാഷണൽ പാർക്ക്. റെഡി? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കേ. കമന്റ് കാണുന്നില്ല, പാർട്ടീസ് കാണുന്നുണ്ട്. റെഡി? ഓക്കെ. ആനിമൽസ് ആർ നോട്ട് റെസ്ട്രെയിൻഡ് ലൈക്ക് ഇൻ ദ സൂ. ഫോട്ടോഗ്രാഫ്സ് ആർ അലൗഡ്. അത് ഇവിടെ ഫോട്ടോ എടുക്കാം, അതിൽ പ്രശ്നമില്ല, കാരണം റിസർച്ച് വർക്ക് നടക്കുന്നതല്ലേ. റിസർച്ച് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുന്നതിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അടുത്തെന്താ പറയുന്നത്? ഓൾ റിസർച്ച് വർക്ക് ക്യാൻ ബി ഡൺ ഓൺലി ഓൺ പ്രയർ പെർമിഷൻ. പ്രയർ പെർമിഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് ഉണ്ട് എന്നും ഓർമ്മിക്കണം. റെഡി? ഓൾ റിസർച്ച് വർക്ക് പറഞ്ഞു. നോ ഫയർവുഡ്. ഇതൊന്നും ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫയർവുഡ്, അതുപോലെ തന്നെ സ്പൈസ്, ഇതൊക്കെ കളക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നോ ഫയർവുഡ്, നോ ടിംബർ ക്യാൻ ബി കളക്റ്റഡ്. നാഷണൽ പാർക്സ് ആർ കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ദേ കൺസേർവ് ദ ഹാബിറ്റാറ്റ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ വിത്ത് മിനിമം ഹ്യൂമൻ ഇന്റർഫറൻസ്. അതായത് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടുവരാതെ ജീവജാലങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി. ലാസ്റ്റ് ഏരിയ ആണ് നമുക്കിനി പഠിക്കാനുള്ള സൂ ആണ്. സൂ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല നമ്മുടെ സൂ വരുന്നത്. സൂവിൽ നമുക്കറിയാം എന്ത്, സൂവിൽ നമുക്ക് ആനിമൽസിനെ റെസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്, അല്ലെ കൺസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അവരൊരു കൂട്ടിനകത്താണ്. സൂ ഈസ് ക്രിയേറ്റഡ് ലൈക്ക് എൻ ആർട്ടിഫിഷ്യൽ ഹാബിറ്റാറ്റ് ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ നമ്മൾ സൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ബേർഡ്സും ആനിമൽസും ഒക്കെ എന്തായിരിക്കും? കൂട്ടിനകത്തായിരിക്കും കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ വിത്ത് ഇന്റൻഷൻ ടു കീപ് ആനിമൽ ആൻഡ് ബേർഡ് ടു ബി വാച്ച്ഡ് ബൈ വിസിറ്റേഴ്സ്. അതായത് ആസ് എ പാർട്ട് ഓഫ് ടൂറിസം ആനിമൽസിനെയും ബേർഡ്സിനെയും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരിട്ട് പോയി നമുക്ക് അടുത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ വണ്ടി കാര്യങ്ങളും വേണ്ട. അത് വെഹിക്കിളിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. വണ്ടി കാര്യങ്ങളൊന്നും വേണ്ട. ജാമുൻ ട്രീ, ഞാവൽപ്പഴം, അത് തന്നെയാണ്, ഞാവൽപ്പഴം തന്നെയാണ്. ഓക്കെ, ഓക്കെ, റെഡി. അവിടെ എന്തില്ല? ഇവിടെ കൺസ്ട്രെയിൻഡ് ആണ്. ആനിമൽസ് ഒക്കെ എന്തായിരിക്കും? കൂട്ടിലായിരിക്കും. അവർക്ക് ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല സൂവിൽ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഇത്രയുമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന ചാപ്റ്ററിലെ
എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടെല്ലാം പഠിച്ചുവല്ലടാ? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.